വാട്ട്സപ്പ് യൂട്യൂബ്. അപ്പം എല്ലാവർക്കും എക്സ്പേൾസ് ഹീറോ റാലീൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഇത് ഒരു ചെറിയ വീഡിയോ ആണ്. അതായത് ചെറിയ വീഡിയോ എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഇൻഫർമേഷൻ പറയേണ്ടി വരും. കഥ പറഞ്ഞു തുടങ്ങിയാൽ ഒരുപാട് കഥ പറയാനുള്ളൊരു സിറ്റുവേഷനിലൊരു വണ്ടിയാണ്. അപ്പോൾ ഇന്ന് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 2 വണ്ടി എടുത്ത് ഇതും ഒരു നോർമൽ വേർഷനും എടുത്തിട്ട് കമ്പയർ ചെയ്ത് വണ്ടി ഓടിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആക്ച്വലി നിങ്ങളുടെ റാലി വാങ്ങണോ നോർമൽ വാങ്ങണം, ജനറൽ ആയിട്ടുള്ള ഈ വണ്ടീൻ്റെ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞുതരാം. ഓഫ് റോഡിന് നല്ലതാണോ പറഞ്ഞുതരാം, ഹൈവേക്ക് നല്ലതാണോ പറഞ്ഞുതരാം, സിറ്റി യൂസിന് നല്ലതാണോ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ലുക്സിൻ്റെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം റാലി എഡിഷനിലുള്ള ഒരു ബൈക്ക് പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഡക്കാർ റാലിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ബൈക്കാണിത്. ഇനി മൊത്തത്തിൽ ഫ്രണ്ടിൽ നിന്ന് നോക്കി തുടങ്ങിയാൽ ഹെഡ്ലൈറ്റ് പഴയ ഹെഡ്ലൈറ്റൊക്കെ തന്നെയാണ്, ഇംപ്രൂവ്ഡ് ഹെഡ്ലൈറ്റ് എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും ഒട്ടും വെളിച്ചമില്ല. പിന്നെ നോർമൽ ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ് വന്നത്, വലിയ കുഴപ്പമില്ല. നമുക്ക് ആ ഫ്രണ്ടിൽ ആ സസ്പെൻഷൻ കാണാൻ പറ്റും, ഭയങ്കര ട്രാവലുള്ളതാണ്, ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ്. പ്രോ ഓഫ് റോഡേഴ്സിന് അത് വളരെ ഹെൽപ്ഫുള്ളാണ്. സസ്പെൻഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. റിയർ സസ്പെൻഷനും ട്രാവൽ കൂടിയിട്ടുണ്ട്, അതും അത്യാവശ്യം നന്നായിട്ട് റൈഡറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്രേക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി ബ്രേക്സ് ആണ്, നല്ല ബൈറ്റ് ഉണ്ട്. ഓഫ് റോഡായാലും ഓൺ റോഡായാലും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ABSൻ്റെ ആ ഒരു വർക്കിംഗ് ഇഷ്ടപ്പെട്ടു. അതായത് റോഡിലുള്ള സമയത്ത് അതായത് ഒരുപാട് ഇൻട്രൂഡിങ് ആയിട്ടുള്ള ABS ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ടയർസിൻ്റെ ഫീഡ്ബാക്കും അടിപൊളിയാണ്. ഒന്ന് ടയർ പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ, അതായത് ചെറുതായിരുന്നു കുറച്ച് കഴിഞ്ഞാൽ ഓഫ് റോഡ് ചെയ്യുമ്പോൾ ഭയങ്കര രസം തോന്നുന്നുണ്ട്. മൊത്തത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഫീൽ എനിക്ക് ഭയങ്കര ചീപ്പായിട്ട് ഫീൽ ചെയ്തു, എസ്പെഷ്യലി ഈ ഒരു സാധനം. പിന്നെ ഈ ഒരു സാധനം ഒന്നാമത് അതിൻ്റെ ഫിറ്റ്മെൻറ്റും എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല, ആ ഹീറോ എന്നൊക്കെ എഴുതിയതിൻ്റെ. അപ്പം അത് കുറച്ച് ചീപ്പായിട്ട് തോന്നി. ഇൻ ജനറൽ ബാക്കി പ്ലാസ്റ്റിക്സിനൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. ക്വാളിറ്റി വൈസ് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഓക്കെ. പിന്നെ ഇങ്ങോട്ട് വരാണെങ്കിൽ ഒരു മെറ്റാലിക് ടാങ്ക് കാണാം. പിന്നെ നമ്മുടെ 200cc എഞ്ചിനെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് ഞാൻ കുറച്ച് മുന്നേ റോഡിൽ വെച്ച് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ഇനി നമുക്ക് എഞ്ചിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഇത് രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് സിറ്റിയിൽ ഓടിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്നും ഹൈവേയിൽ ഓടിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്നും. ഇപ്പോൾ സിറ്റിയിൽ ഓടിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ ഓടിക്കുന്ന ഒരു സമയത്താണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഓടിച്ചുകൊണ്ടിരിക്കും. അതായത് ഒരു ഈസി കംഫർട്ടബിൾ ക്രൂസിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം സിറ്റിയിൽ. ഇപ്പോൾ ഒരു ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയറിലൊക്കെ നമ്മളൊരു ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ എടുക്കുന്ന ഒരു രീതിയിലാണെങ്കിൽ എനിക്ക് തോന്നി എന്താ വെച്ച് കഴിഞ്ഞാൽ ത്രോട്ടിൽ ഭയങ്കര ഷോപ്പ് ചെയ്യുക. അതായത് ഓൺ ഓഫ് ട്രാൻസിഷൻ ഇങ്ങനെ അറിയാൻ പറ്റും, ഇങ്ങനെ വണ്ടി ഇങ്ങനെ ചാടി പോകുന്ന ഒരു ഫീൽ ഉണ്ട്. പിന്നെ ഓഫ്കോഴ്സ് സസ്പെൻഷൻ ട്രാവൽ കൂടുതലായിട്ട് മൊത്തം വണ്ടി ഒരു വേവി മോഷനിലായിരിക്കും പോകുന്നുണ്ടാകാം. അപ്പോൾ ഈ ഒരു ഷോപ്പിനെസ്സിൻ്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം എഞ്ചിൻ കംഫർട്ടബിൾ ആയിട്ട് തോന്നില്ല. നമ്മൾ ഹൈറ്റ് കുറഞ്ഞ ആളാണെങ്കിൽ ഒരു പക്ഷേ വണ്ടി സ്റ്റോൾ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതർവൈസ് ഈ ഒരു എന്താ പറയുക, ഒരു തേർഡ് ഗിയറിന് ശേഷമാണെങ്കിൽ എഞ്ചിൻ കംഫർട്ടബിൾ ആണ്, വലിയ ഹീറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ഹൈവേയിലേക്ക് വരുന്നൊരു സമയത്ത് വീണ്ടും ഒരു 60 to 80 കിലോമീറ്ററിലേക്കാണ് നമ്മൾ ക്രൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വലിയൊരു പ്രശ്നമല്ല. ഒരു 200cc എഞ്ചിനെ സംബന്ധിച്ചോളം 60 to 80 എന്ന് പറയുന്നത് ഒരു വലിയ സ്പീഡല്ല. ബട്ട് സ്റ്റിൽ 60 to 80 ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, കംഫർട്ടബിളായിട്ട് ഇത് ഓടുന്നുണ്ട്. അതല്ല ഒരു 90 ഒക്കെ എത്തുന്ന സമയത്ത് വണ്ടി ആക്ച്വലി ലിറ്ററലി കരയുന്ന പോലെയൊക്കെ തോന്നും. അതായത് വണ്ടി ഒരു 90ൻ്റെ മേലെയൊക്കെ പുഷ് ചെയ്യുക, ത്രോട്ടിൽ ലോക്ക് ചെയ്തിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. ഏകദേശം 5th ഗിയർ ഇട്ടതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് ത്രോട്ടിൽ ലോക്ക് ചെയ്യുക. അതായത് വേറെ വണ്ടിയുടെ കൂടെയൊക്കെ പോകുന്നൊരു സമയത്ത് വണ്ടി ലിറ്ററലി എന്താ പറയുക, ഒരു വല്ലാതെ അതിൻ്റെ ഒരു ടോപ്പ് മോസ്റ്റ് എത്തി, ഇനി ഇതിന് കൂടുതൽ ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഫീൽ വണ്ടി നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു ഹീറോ എഞ്ചിൻ്റെ മുകളിൽ ചെയ്യുന്നതും അത്രത്തോളം റിലയബിൾ അല്ലെന്നാണ് എൻ്റെ ഒരു ഫീൽ. ഒരു 60 to 80 ക്രൂസിംഗ് ആണ് നോക്കുന്നതെന്ന് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഫൈൻ. അതർവൈസ് എഞ്ചിൻ ഭയങ്കര വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് തന്നെ കേൾക്കാൻ പറ്റും ആ ശബ്ദത്തിൽ നിന്ന് എഞ്ചിൻ കുറച്ച് സ്ട്രെസ്ഡ് ഔട്ട് ആണെന്ന്. അതുകൊണ്ട് തന്നെ വൈബ്രേഷൻ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് സീറ്റിൻ്റെ മുകളിൽ. അപ്പോൾ അത്രയാണ് എഞ്ചിൻ പെർഫോമൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. അപ്പം എഞ്ചിനെ കുറിച്ച് അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. സീറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സീറ്റ് അത്യാവശ്യം കംഫർട്ടബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് കംഫർട്ടബിൾ അല്ലാത്തൊരു സീറ്റാണ്. സീറ്റ് ഹൈറ്റ് ഭയങ്കര കൂടുതലുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഇത്ര സീറ്റ് ഹൈറ്റ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 5'9" അതിന് മേലെ ഹൈറ്റ് എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് മാനേജ് ചെയ്യാവുന്നതുള്ളൂ. അതിന് താഴത്താണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു വണ്ടി മാനേജ് ചെയ്യാൻ. ഇതിന് ഇനി ഒരു റാലി സീറ്റും കൂടിയുണ്ട്, അതോടെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹൈറ്റ് ആയിരിക്കും. പക്ഷേ ഇതിന് അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗിയർ ബോക്സ് ക്ലച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലച്ച് വലിയ കുഴപ്പമില്ല, യൂസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഗിയർ ബോക്സിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഗിയർ ബോക്സ് കുറച്ച് ക്ലങ്കി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഉപയോഗിച്ച് തുടങ്ങിയ ഒരു സമയത്ത്. അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എഞ്ചിൻ കുറച്ച് സ്ട്രെസ്ഡ് ഔട്ട് ആവുന്നുണ്ട് ഈ ഓഫ് റോഡൊക്കെ ചെയ്യുന്ന ഒരു സമയത്ത്. ഇനി ഇത് സിറ്റി യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. സിറ്റി യൂസ് ചെയ്യുന്ന ഒരു സമയത്ത് ഏറ്റവും വലിയൊരു പെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഹൈറ്റാണ്. അതായത് എല്ലാ സിഗ്നലിൽ എത്തുന്ന സമയത്തും വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങണം, ഒരു ഏണിയോ അല്ലെങ്കിൽ ഒരു കയ്യിലൊരു കല്ലൊക്കെ വെച്ച് നടക്കണം. കല്ലൊക്കെ എറിഞ്ഞ് അതിന് മുകളിലേക്ക് കാല് വെച്ച് നിൽക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ ഹൈറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ഹൈറ്റുള്ള ആൾക്കാരാണ് കുഴപ്പമില്ല, നോർമൽ ബൈക്ക് വാങ്ങിയാലും നിങ്ങൾക്ക് അതിൽ കുഴപ്പമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഞ്ചിൻ കുറച്ച് സ്ട്രെസ്ഡ് ഔട്ടാണ് ആ ഒരു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗിയറിൽ. അത് കഴിഞ്ഞ് ഒരു തേർഡ് ഗിയർ കയറുന്നൊരു സമയത്ത് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഒരു ഡീസൻറ്റ് സിറ്റി ബൈക്ക് അത്രേ ഉള്ളൂ. ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ ഒരു ഹൊറബിൾ സിറ്റി ബൈക്ക് ആയിരിക്കും, അങ്ങനത്തെ സെറ്റപ്പാണ്. പിന്നെ സിറ്റിയിൽ കുഴി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു വണ്ടിയുടെ സസ്പെൻഷൻ നോക്കിയിട്ട് എടുക്കേണ്ട കാര്യമില്ല. കാരണം കുഴി നോക്കിയിട്ടല്ല നമ്മൾ സസ്പെൻഷൻ സെറ്റ് ചെയ്യുന്നത്.
ഇനി ഹൈവേയിൽ വരുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു എൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് കുറച്ചൊന്ന് കയറി കഴിയുമ്പോൾ ഒന്ന് സ്ട്രെസ്ഡ് ഔട്ട് ആകുന്ന എഞ്ചിൻ ഒരു 80 to 90 മേലെ പിടിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ ടൂർ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. ഓഫ് റോഡ് വരുന്ന സമയത്ത് ഇറ്റ് ഈസ് റിയലി നൈസ്. ഞങ്ങൾ 2 വണ്ടി ഓടിച്ചു. 2 വണ്ടിക്കും അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. മറ്റേ സാധാരണ വണ്ടി ഓടിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ കാലെത്തുന്നുണ്ട്. ഇതിന് മുകളിൽ കയറുന്ന സമയത്ത് കാലെത്തുന്നില്ല എന്നുള്ളൊരു ബോധമുള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും എടുത്തു പോകും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഫീഡ്ബാക്കായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ സസ്പെൻഷൻ ഒരു പ്രോ ഓഫ് റോഡറിന് ഡെഫിനറ്റായിട്ട് ഈ സസ്പെൻഷൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു ഇൻ്റർമീഡിയറ്റ് ഓഫ് റോഡർ അല്ലെങ്കിൽ ഒരു ബിഗിനർ ഓഫ് റോഡർ ആണെങ്കിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. സാധാരണ 4V വാങ്ങി ഓടിച്ചാലും നിങ്ങൾക്ക് ഇതേ ഫണ്ണൊക്കെ തന്നെ കിട്ടും. പിന്നെ ഭയങ്കര രസമാണ്. ഇപ്പം ഇന്ന് ഓടിക്കാൻ തുടങ്ങിയതിന് ശേഷം ഭയങ്കര കിക്കായിട്ടുണ്ട്. റോഡിൽ ഓടിച്ചപ്പോൾ കുറച്ച് മടുപ്പ് തോന്നിയെങ്കിലും ഓഫ് റോഡ് കയറിയ സമയത്ത് ഭയങ്കര നന്നായിട്ട് ഫീൽ ചെയ്തു. ഇനി ഈ നോർമൽ 4Vൻ്റെ ഒരു ഓണറായ കൊച്ചി മച്ചാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയും ഈ ഒരു വണ്ടി എടുക്കണ്ടോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ക്ലിപ്പ് കണ്ടിട്ട് വരാം. അപ്പോൾ എനിക്ക് നമ്മുടെ റാലി എഡിഷൻ 4Vയും നോർമൽ 4Vയും ഓടിച്ചിട്ട് മെയിനായിട്ട് ഒരു അഡ്വാൻറ്റേജ് തോന്നിയത് ഇങ്ങനെ ഓഫ് റോഡ് പോകുമ്പോഴാണ്. ഒരു ഒബ്സ്റ്റക്കിളും ഒന്നും നമുക്കൊരു വിഷയമല്ല. കാര്യം ഇതിന് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ഒരു സാധനം ഒന്നും ഇടിക്കത്തുമില്ല. വണ്ടി അവിടെ ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ സ്റ്റക്കാണോ അങ്ങനത്തെ ഒരു കാര്യമില്ല. അതാണ് എനിക്ക് മെയിൻ. പിന്നെ സസ്പെൻഷൻ ഡ്രൈവർ നല്ല കാര്യം ഇത് പോയ വഴിയിൽ കൂടെയൊക്കെ മറ്റേത് പോവുകയാണെങ്കിൽ ഇപ്പോൾ മറ്റേ വണ്ടി നമ്മൾ ഓടിച്ചല്ലോ, അത് ഓടിച്ചപ്പോൾ തന്നെ അവിടെ സ്റ്റക്കായിയൊക്കെ നിന്നില്ലേ കുറേ സ്ഥലത്ത്. ഇത് സ്റ്റക്കാവില്ല, ഇത് അങ്ങ് കയറിപ്പോവും. ഹൈറ്റ് സീറ്റ് ഹൈറ്റ് അത് നെഗറ്റീവായിട്ടല്ല, അത് നമുക്ക് ഹൈറ്റ് കുറവായതുകൊണ്ടാണ് അതൊരു നെഗറ്റീവായിട്ട് പറയില്ല. ബട്ട് 6 feet എബവ് ആണെങ്കിൽ ഇത് ഭയങ്കര അടിപൊളിയായിരിക്കും. റോഡിലായാലും ഓഫ് റോഡായാലും. അല്ലെങ്കിൽ എനിക്ക് ഓഫ് റോഡ് പിന്നെയും കുഴപ്പമില്ല, നമ്മൾ വീഴ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും. പക്ഷേ ഇത് നമ്മൾ ട്രാഫിക്കിലൊക്കെ ഓടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എവിടെയും പോയി നിൽക്കുമ്പോൾ ഈ കാല് തൂക്കിയിട്ട് നിൽക്കണ പരിപാടിയും അത് മാത്രമേ എനിക്ക് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പം മൊത്തത്തിൽ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റി ബൈക്ക് നോക്കി വാങ്ങുകയാണെങ്കിൽ നോർമൽ ബൈക്ക് വാങ്ങാം. ഹൈവേയിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഒരു വണ്ടി സജസ്റ്റ് ചെയ്യില്ല. കാരണം ഹൈവേ മാത്രം യൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ പല വണ്ടികളുണ്ട്. ഇൻ ദാറ്റ് മാറ്റർ ഞാൻ ഹിമാലയൻ കുറച്ചുകൂടെ സജസ്റ്റ് ചെയ്യും. കാരണം കുറച്ചുകൂടെ ഈസിയാണ്, സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ളൊരു എഞ്ചിനായിട്ടൊക്കെ ഫീൽ ചെയ്യും. ഓഫ് റോഡ് ആണെങ്കിൽ ഇത് വളരെ നല്ലൊരു വണ്ടിയാണ്. എഞ്ചിൻ എന്നാലും കുറച്ചൊരു പഞ്ച് കുറവുണ്ട്, എന്നാലും രസമാണ്. അതായത് മൊത്തം എർഗണോമിക്സും നമ്മൾ നിൽക്കുമ്പം കിട്ടുന്നൊരു ഫീലും വണ്ടി ഭയങ്കര ചെറുതായിട്ടൊക്കെ ഫീൽ ചെയ്യും. അതിന് ഇതിലെ വേണമെങ്കിലും എടുത്ത് കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു വണ്ടിയാണ്. അപ്പം അത്രയാണ് എൻ്റെ ഈ ഒരു റാലി എഡിഷൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുള്ളായെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമൻറ്റ്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൺടിൽ ദെൻ ബൈ.